ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലെയിൻ പ്രദേശങ്ങളെക്കുറിച്ച്, അതായത് ഈ ഒരു സമതല പ്രദേശങ്ങളെക്കുറിച്ചൊക്കെയാണ് പഠിച്ചത്. പ്ലെയിൻ പ്രദേശങ്ങളെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തെക്കുറിച്ച് പഠിച്ചു. എന്താണ് ഇവിടെ മല, പ്ലാറ്റ്യൂ, കൂടാതെ പ്ലെയിൻ പ്രദേശങ്ങൾ. ഇനി നമ്മൾ കുറച്ച് മുകളിലോട്ട് പോവുകയാണ്. മുകളിൽ എന്താണുള്ളത്? അന്തരീക്ഷം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ. ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് മുതൽ അങ്ങോട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറച്ച് ക്ലാസ്സുകളുണ്ടാവും, കാരണം അന്തരീക്ഷത്തെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അന്തരീക്ഷത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമായ ക്ലാസ്സുകളെല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ learners.in എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമായ നോട്ടുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സൗകര്യം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് വിളിക്കുന്നത്? അപ്പോൾ നമുക്ക് ഇത് നമ്മളെപ്പോഴും പറയുന്നതാണ് അന്തരീക്ഷം 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 എന്നുള്ളത്. അപ്പോൾ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി ഇതാണെങ്കിൽ ഭൂമിക്ക് ചുറ്റും ഒരു വിവിധ വാതകങ്ങളുടെ ഒരു ലെയർ ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഭൂമിയാണെങ്കിൽ ഭൂമിക്ക് ചുറ്റും വാതകങ്ങളുടെ ഒരു ലെയർ ഉണ്ട്. അപ്പോൾ ഈ ഒരു അന്തരീക്ഷം എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ മാറിയിട്ട് നമ്മൾ ഇന്ന് കാണുന്ന അറ്റ്മോസ്ഫിയർ രൂപം കൊണ്ടത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് ഓക്സിജനുള്ള നൈട്രജനൊക്കെ കൂടിയ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിയത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓർമ്മയില്ലെങ്കിൽ വീണ്ടും ആ ക്ലാസ് പോയി കാണണം, അല്ലെങ്കിൽ അന്നത്തെ നോട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും മനസ്സിലാക്കാം. നമുക്ക് ചുറ്റുമുള്ളതാണ്, നമുക്ക് കാണാൻ വേണ്ടി പറ്റൂലെങ്കിലും നമുക്ക് അനുഭവിച്ചറിയാവുന്നതാണ്. നമുക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നത് അറ്റ്മോസ്ഫിയർ എന്നാണ്. അപ്പോൾ എന്താണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ? ഭൂമിക്ക് ചുറ്റുമുള്ള കുറേ വാതകങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം, ഒരു കവറിങ് എന്ന് വേണം പറയാം, ഒരു എൻവലപ്പാണ്. അതായത് ഭൂമിക്ക് ചുറ്റും, ഇതാണ് നമ്മുടെ ഭൂമിയെങ്കിൽ, അപ്പോൾ ഈ ഒരു ഭൂമിക്ക് ചുറ്റും എന്തുണ്ട്? ഒരു ലെയർ ഉണ്ട്. അപ്പോൾ ഇതിലെന്താണുള്ളത്? കുറേ ഗ്യാസസ് ആണുള്ളത്. കുറേ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ, അങ്ങനെ ഒരുപാട് ഗ്യാസസുകൾ. അപ്പോൾ ഒരുപാട് വാതകങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള വാതകങ്ങൾ മാത്രമാണോ ഉള്ളത്? വാതകങ്ങൾ മാത്രമല്ല, അതിൽ വാട്ടർ വേപ്പർ, വെള്ളത്തിൻ്റെ അംശമുണ്ട്. കൂടാതെ വേറൊന്നും കൂടിയുണ്ട്, പൊടിപടലങ്ങളും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു അന്തരീക്ഷത്തിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്യാസിൻ്റെ ഒരു കൂട്ടമാണ്, ഒരുപാട് വാതകങ്ങൾ മിക്സ് ആയതാണ്. ഇത് കൂടാതെ അതിൽ വെള്ളം, അതായത് വാട്ടർ വേപ്പറും പൊടികളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ എയർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ വായു എന്ന് വിളിക്കും. അപ്പോൾ ഈ ഒരു വായു നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, കളർലെസ് ആണ്. അതായത് നമുക്ക് മുന്നിൽ നോക്കുന്ന സമയത്ത് നമുക്ക് വായുവിന്, നമുക്ക് ചുറ്റും ഈ ഒരു വാതകം ഉണ്ടെങ്കിലും നമുക്കതിനെ കാണാൻ വേണ്ടി പറ്റില്ല. അതിന് കളറില്ല. കൂടാതെ അതിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. നമ്മുടെ വായുവിന് പ്രത്യേകിച്ച് ഒരു സ്മെല്ലുമില്ല. അപ്പോൾ ഓർഡർലെസ്സുമാണ്. അപ്പോൾ ഇതാണ് പ്രത്യേകത. പക്ഷേ നമുക്കിത് എപ്പോഴാണ് ഫീൽ ആവുക? അതായത് ഒരു കാറ്റടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ ചുറ്റും അതെന്താ, നമ്മുടെ കാറ്റ് ഇങ്ങനെ നമ്മളെ എയറിനെ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് തട്ടുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു ഫാനിൻ്റെ കീഴിലിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു കാറ്റ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു വിൻഡ് ബ്ലോ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്? നമുക്ക് ചുറ്റും ഒരു വാതകങ്ങളുടെ ഒരു ലെയർ ഉണ്ട് എന്നും അതാണ് ഇങ്ങനെ ഒഴുകി വന്ന് നമ്മളെ മേക്ക് തട്ടുന്നതെന്നും നമ്മുടെ ശരീരത്തിൽ തട്ടുന്നതെന്നും നമുക്കൊരു ഫീൽ ആവുന്നത്. അപ്പം നമുക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെയോ വാതകങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയുടെ മാസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു എയർ ആണ്. അപ്പോൾ ഈ അന്തരീക്ഷത്തിൻ്റെ, അപ്പോൾ ഇതിൻ്റെ തന്നെ ഏകദേശം 99% വരുന്നത്, അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് പോകുന്ന സമയത്ത്, ഇതാണ് നമ്മുടെ ഭൂമിയെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മേലോട്ട് പോകുമ്പോഴാണ് അന്തരീക്ഷം. പോകുന്ന സമയത്ത് ഏകദേശം 32 കിലോമീറ്റർ ഹൈറ്റ്, ഇതാണ് 32 കിലോമീറ്റർ ഹൈറ്റ് എങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് 99% വരുന്ന നമ്മുടെ വാതകങ്ങളും ഉള്ളത്. 99% വാതകങ്ങളും ഇവിടെ ഒരു 32 കിലോമീറ്ററിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 32 കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ ഒരു വാതകങ്ങളൊന്നും തന്നെ വളരെ കുറവായിരിക്കും. ബാക്കിയുള്ള 1% മാത്രമാണ് ഈ ഒരു 32 കിലോമീറ്ററിന് മുകളിലായിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഭൂമിയുടെ ഈ ഒരു കവചത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ ഒരു 32 കിലോമീറ്ററാണ്. അതിനുശേഷവും വാതകങ്ങളുണ്ട്, പക്ഷേ പ്രധാനമായിട്ടും ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് 99% കാണപ്പെടുന്നത് ഈ ഒരു 32 കിലോമീറ്ററിൻ്റെ അകത്താണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് വാതകങ്ങളുടെ ഒരു മിക്സ് ആണെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ വാതകങ്ങൾ മാത്രമല്ല, ഗ്യാസസ് ഉണ്ട്. ഇത് കൂടാതെ അതിൽ വാട്ടർ വേപ്പർ ഉണ്ട്, ജലാംശമുണ്ട്. അപ്പോൾ ഈ ഒരു ജലാംശമാണ് നമുക്ക് മഴയായിട്ടൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് മുകളിൽ താഴോട്ട് വരുന്നില്ലേ. അപ്പോൾ ഈ ഒരു ജലാംശം വാട്ടർ വേപ്പറാണ്. അതായത് വെള്ളം,
വാതകാവസ്ഥയിലായതാണ് നമ്മൾ വാട്ടർ വേപ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വെള്ളം നീരാവി നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നീരാവി. അപ്പോൾ കൂടാതെ ഡസ്റ്റ് പാർട്ടിക്കിളുണ്ട്, പൊടിപടലങ്ങളും ഉണ്ട്. അപ്പോൾ ഇവ മൂന്നും കൂടി ചേർന്നാണ് നമുക്ക് അറ്റ്മോസ്ഫിയർ എന്ന് അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? ഗ്യാസസ് ഉണ്ട്, വാതകങ്ങളുണ്ട്, വാട്ടർ വേപ്പറുണ്ട്, ഡസ്റ്റ് പാർട്ടിക്കിളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വാതകങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പഠിക്കുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട വാതകങ്ങൾ, അവയുടെ പ്രത്യേകതകൾ. ഈ ഒരു വാട്ടർ വേപ്പറും ഡസ്റ്റ് പാർട്ടിക്കിളും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ കോമ്പോസിഷൻ, അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിനെയാണ് കോമ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന്. അപ്പോൾ ആ കോമ്പോസിഷനിൽ 3 കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന് ഗ്യാസ് ഉണ്ട്, രണ്ടാമത്തത് വാട്ടർ വേപ്പർ ഉണ്ട്, മൂന്നാമത്തത് ഡസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ അറ്റ്മോസ്ഫിയറിൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ട് ഗ്യാസിനെ കുറിച്ച് മാത്രമാണ് പറയാറുള്ളത്. ഒരു ഗ്യാസ് പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ്. പക്ഷേ ഇത് കൂടാതെ ഇതിൽ എന്തും കൂടിയുണ്ട്? വെള്ളവും പൊടിപടലങ്ങളും ഉണ്ട്. അതും കൂടെ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഗ്യാസിനെ കുറിച്ച് നമ്മൾ ഇന്ന് മനസ്സിലാക്കും. വാട്ടർ വേപ്പറിനെയും ഡസ്റ്റിനെയും കുറിച്ച്, പൊടിപടലങ്ങളെയും കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു പൊടിക്കൊക്കെ എന്താണ് ഇത്ര പ്രത്യേകത? പൊടിക്കൊക്കെ വലിയ പ്രത്യേകതയുണ്ട്. മഴക്കൊക്കെ കാരണമാകുന്നത് തന്നെ ഈ ഒരു പൊടികളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്യാസസിനെ കുറിച്ച്, വാതകങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഭൂമിയുടെ, ഇതാണ് നമ്മുടെ ഭൂമിയെങ്കിൽ ഭൂമിയുടെ ഏകദേശം 32 കിലോമീറ്റർ ഉയരത്തിലാണ് ഏകദേശം 99% പറയുന്ന വാതകങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഡെൻസിറ്റി, സാന്ദ്രത കുറയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വാതകങ്ങളെയൊക്കെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ആരാ? നമ്മുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ്. ഭൂമി ഉള്ളിലേക്ക് വലിക്കുന്നത് കൊണ്ടാണ് ഈ വാതകങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും ഉപരിതലത്തിനോട് അടുത്തായിരിക്കും ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടാവുക. അപ്പോൾ ആ ശക്തി കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഗ്യാസസ് നിൽക്കും. അപ്പോൾ അതിന് മുകളിലോട്ട് പോകുന്തോറും എന്താവും? ഗ്യാസസിൻ്റെ എമൗണ്ടും കുറയും. അപ്പോൾ 32 കിലോമീറ്റർ വരെ ആകുമ്പോഴേക്കും ഏകദേശം 99% ഗ്യാസുമായി ഇതിൻ്റെ ദൂരത്തേക്ക് പോകുമ്പോൾ ഗ്യാസിൻ്റെ അളവ് വളരെയധികം കുറയുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. കൂടാതെ ഏറ്റവും ഹെവിയായ, ഏറ്റവും ഭാരം കൂടിയ വാതകങ്ങളായിരിക്കും ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏറ്റവും അടുത്തുണ്ടാവുക. അപ്പോൾ നൈട്രജനും ഓക്സിജനും പോലുള്ള വാതകങ്ങൾ ഇവിടെ കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റും. മുകളിലോട്ട് പോകുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഹൈഡ്രജൻ്റെ അളവ്, ഹീലിയത്തിൻ്റെത് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും പുറത്തേക്ക് പോകുന്ന സമയത്താണ്. അപ്പോൾ നോക്കുക, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും, സാന്ദ്രത കുറയും, അതായത് ഭാരം കുറയും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് സാന്ദ്രത കുറയും. ഏറ്റവും ഡെൻസിറ്റി കൂടിയ വാതകങ്ങൾ എവിടെയാണ് ഉണ്ടാവുക? ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ അടുത്താണ്. കൂടാതെ കൂടുതൽ വാതകങ്ങൾ കൂടി നിൽക്കുന്നതും ഈ ഒരു ഡെൻസായിട്ട് നിൽക്കുന്നതും എവിടെയാണ്? ഭൂമിയുടെ ഉപരിതലത്തിന് അടുത്ത് തന്നെയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജൻ ഏകദേശം 120 കിലോമീറ്റർ ഹൈറ്റ് വരെ മാത്രമാണ് നമുക്ക് ഓക്സിജനെ കിട്ടുക. ഈ ഒരു 120 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓക്സിജനെ കിട്ടില്ല. ഓക്സിജൻ ഈ 120 കിലോമീറ്റർ തന്നെ നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജനെ കിട്ടില്ല കേട്ടോ. അപ്പോൾ 120 കിലോമീറ്റർ വരെ നമുക്ക് ഓക്സിജനെ കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം വളരെ നെഗ്ലിജിബിൾ എമൗണ്ട്, നമുക്ക് ട്രേസ് പോലും കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും, വാട്ടർ വേപ്പറിന് നീരാവിയൊക്കെ എവിടെയാണ്? ഏകദേശം ഒരു 90 കിലോമീറ്റർ വരെ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെയോ വാട്ടർ വേപ്പറിനോ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ അടുത്താണ് നമുക്ക് ഈ ഒരു വാതകങ്ങളെ കൂടുതലായിട്ട് കാണാൻ പറ്റുക. മുകളിലോട്ട് പോകുന്തോറും വാതകങ്ങളുടെ അളവ് കുറയും എന്നാണ് പറഞ്ഞത്. 90 കിലോമീറ്റർ വരെ നമുക്ക് എന്ത് കാണാം? CO2നെയും വാട്ടർ വേപ്പറിനെയും കാണാം. വാട്ടർ വേപ്പറിന് H2 എന്നതാണ്. അപ്പോൾ 120 കിലോമീറ്റർ വരെ നമുക്ക് എന്താവും? ഓക്സിജനെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ അതിന് മുകളിൽ ഓക്സിജനും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഏതൊക്കെ വാതകങ്ങളാണുള്ളതെന്ന് പഠിക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം എന്ന് പറയുന്നത് നൈട്രജനാണ്. 78% എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. കാരണം 78.08 അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 78% നൈട്രജൻ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? അത് നൈട്രജൻ ആണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ അടുത്തത്, രണ്ടാമതുള്ളത്, അത് നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജനാണ്. അപ്പോൾ 20.95 സാധാരണ നമ്മൾ 2 അക്ഷരത്ത് പറയുമ്പോൾ അത് 21% എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ, സെക്കൻഡ് ഓക്സിജൻ. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ എത്രയായി? 78ഉം 21ഉം കൂട്ടിയാൽ തന്നെ 99ആയി. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ 99% ഈ ഒരു നൈട്രജനും ഓക്സിജനും കൂടിയിട്ടുള്ളതാണ്. ബാക്കിയുള്ള 1% മാത്രമാണ് ബാക്കിയുള്ള ഗ്യാസ് ഉള്ളത്. മൂന്നാമത് ഏറ്റവും കൂടുതലുള്ള വാതകമാണ് അത് ആർഗണാണ്. അതായത് ആർഗൺ എന്ന് പറയുന്ന വാതകം അത് 0.93% ആണെന്ന്
ഓർത്ത് വെക്കുക. ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ വാതകം. അത് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് സംശയം വരരുത്. കാരണം നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. പക്ഷേ മൂന്നാമത് ഏറ്റവും കൂടുതലുള്ളത് ആർഗൺ ആണെന്ന് ഓർത്ത് വെക്കുക. നാലാമതാണ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് 0.0386%. അപ്പോൾ 0.036%, 0.03% എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഇത് 0.93, ഇത് 0.03. അപ്പോൾ 0.96 ആരായി? 1% ബാക്കിയുള്ളതിൽ ഈ 0.96 ഇവ രണ്ടും കൂടിയായി. ബാക്കിയുള്ള വളരെ കുറച്ച് മാത്രമാണ് സിനോൺ, നിയോൺ, ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയൊക്കെ ഉള്ളത്, ക്രിപ്റ്റോണൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ വളരെ ട്രേസ് ആയ എമൗണ്ടാണ്. അപ്പോൾ നമ്മൾ വാതകങ്ങളുടെ ക്രമത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ഏറ്റവും കൂടുതലുള്ള നൈട്രജൻ, പിന്നെയുള്ളത് ഓക്സിജൻ, പിന്നെയുള്ളത് ആർഗൺ, പിന്നെയുള്ളതാണ് CO2 എന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു ക്രമം ഒന്ന് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. കാരണം ചിലപ്പോൾ ചോദിക്കാം, അപ്പോൾ മൂന്നാമത് ഏറ്റവും കൂടുതലുള്ളത് ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അത് ആർഗണാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ അന്തരീക്ഷത്തിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നതിൽ ഗ്യാസിൻ്റെ കോമ്പോസിഷൻ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വാതകമാണ് CO2. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചതിൽ നൈട്രജൻ നമുക്കറിയാം ചെടികൾക്കൊക്കെ ആവശ്യമായ ഒരു മൂലകമാണ്. നൈട്രജൻ ഫിക്സേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എക്കോളജിയിൽ പഠിക്കും, അതായത് എൻവയോൺമെൻറ്റ് പഠിക്കുന്ന സമയത്ത് നൈട്രജൻ്റെ പ്രാധാന്യം പഠിക്കും. അപ്പോൾ നൈട്രജൻ ചെടികൾക്കൊക്കെ വളരെ ആവശ്യമായ ഒരു വാതകമാണ്. ഓക്സിജൻ അറിയാം, എല്ലാവർക്കും ആവശ്യമാണ്, ജീവനുള്ള എല്ലാ ജീവികൾക്കും ആവശ്യമായ വാതകമാണ് ഓക്സിജൻ. അപ്പോൾ ഈ നൈട്രജനെയും ഓക്സിജനെയും കുറിച്ചൊക്കെ നമുക്ക് അധികം ഡിസ്കസ് ചെയ്യാനില്ല. പക്ഷേ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാതകമാണ്. കാരണം പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ ഉണ്ടാവുക എന്നത് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ്? ഒന്ന്, നമ്മൾക്കെല്ലാം ഭക്ഷണം കിട്ടുന്നത് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതാരാണ് ചെയ്യുന്നത്? ഇത് ചെടികളാണ് ചെയ്യുന്നത്. ചെടികൾ ഈ ഒരു സൂര്യപ്രകാശവും വെള്ളവും ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്തിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ, പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ എന്ത് വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായാൽ മാത്രമേ ഭൂമിയിൽ അന്തരീക്ഷത്തിന് ചൂടുണ്ടാവുകയുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, കാർബൺ ഡൈ ഓക്സൈഡ് അതിലൊരു പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ ഒരു ചൂട് നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ആ ഒരു ചൂട് നിലനിർത്തുന്നത്? അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ പറയാറ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നാണ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രീൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പച്ച, ഹരിത, ഹൗസ് എന്ന ഗൃഹം, വീട്, പ്രഭാവം, ഇഫക്റ്റ് പ്രഭാവം, അല്ലെങ്കിൽ ഹരിത പ്രഭാവം. അപ്പോൾ ഹരിത ഗൃഹ പ്രഭാവം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. അപ്പോൾ എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? അതായത് ഈ ഒരു തണുപ്പ് കൂടിയ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ ഒരു സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്നൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരു ആർട്ടിക് സർക്കിളിൻ്റെ ഭാഗത്തൊക്കെയുള്ള യൂറോപ്പിൻ്റെ അങ്ങ് വടക്ക് വശത്തൊക്കെ ആയിട്ട് വരുന്ന രാജ്യങ്ങൾ, അതായത് ഐസൊക്കെ മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ് പോലുള്ള പ്രദേശങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെ ഈ ഒരു സൂര്യൻ്റെ ചൂട് കിട്ടുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണം വേണ്ടേ? അവർക്ക് ഭക്ഷണം വേണമെങ്കിൽ എന്താക്കണം? ചെടികൾ, അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ കൃഷി ചെയ്യാറില്ല, അതുപോലെ അവർക്ക് കൃഷി ചെയ്യണമെങ്കിൽ ഈ സൂര്യപ്രകാശത്തിൻ്റെ ചൂട് വേണം. അപ്പോൾ ഈ ഒരു സൂര്യപ്രകാശത്തിൻ്റെ ചൂടിനെ അവർ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ഗ്ലാസ് കൊണ്ടുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കും, ഒരു വീട് പോലെ ഉണ്ടാക്കും, ഗ്ലാസ് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് കൊണ്ടുള്ള കെട്ടിടം ഉണ്ടാക്കി അതിനകത്താണ് ഇവർ ചെടികൾ നടുക. അപ്പോൾ ഈ ഒരു വീടിന് ഇവർ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ്. കാരണം ചെടികൾ വളർത്തുന്ന വീട്, ഗ്രീൻ ഹൗസ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഈ ഒരു ഗ്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഗ്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്ലാസ് അകത്തേക്ക് സൂര്യപ്രകാശത്തിനെ കടത്തിവിടും, പക്ഷെ പുറത്തേക്ക് സൂര്യപ്രകാശത്തിൻ്റെ ചൂടിനെ ഇത് നിലനിർത്താൻ വേണ്ടി സഹായിക്കും. അതായത് ചൂട് പുറത്തേക്ക് പോകാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീൻ ഹൗസിന് പറ്റും. അപ്പോൾ എന്താ സംഭവിക്കുക? ചെടികൾക്ക് ആവശ്യമായ ചൂട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ആവശ്യമായ ചൂട് അവർ നിലനിർത്തുന്നതും ചെടികൾ വളർത്തുന്നതും അവർക്ക് ആവശ്യമായ ഭക്ഷണം അവർ ലഭ്യമാക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കാൻഡിനേവിയൻ കൺട്രീസ് അല്ലെങ്കിൽ ഈ തണുപ്പുള്ള രാജ്യങ്ങളൊക്കെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം അവർക്ക് കൃഷി ചെയ്യണമെങ്കിൽ ഇത് ആവശ്യമാണ്, വളർത്തണമെങ്കിൽ ഇത് ആവശ്യമാണ്, അല്ലെങ്കിൽ ആ ഒരു ചെടി നിലനിർത്തണമെങ്കിൽ അവർക്കിത് ആവശ്യമാണ്. അപ്പോൾ പക്ഷേ ഇതേ ഇഫക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡും ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്താ സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഇതേ ഗ്ലാസിൻ്റെ പ്രോപ്പർട്ടി തന്നെ കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു
സൂര്യപ്രകാശത്തെ, അതായത് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എന്താക്കും, അത് ട്രാൻസ്പാരൻ്റ് ആണെന്ന് പറയും. ട്രാൻസ്പാരൻ്റ് പറഞ്ഞാൽ തെളിഞ്ഞതാണ്. അപ്പോൾ എന്താ, കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയുടെ അകത്തേക്ക് അല്ലെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ഇതിനെ ഇൻകമിങ് സോളാർ റേഡിയേഷനെ, അതായത് നമ്മൾ ഇൻസൊലേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഭൂമിയുടെ സൂര്യപ്രകാശത്തെ, അതായത് ഇതാണ് നമ്മുടെ ഭൂമി, ഇതാണ് നമ്മുടെ അന്തരീക്ഷം, ഇതാണ് നമ്മുടെ സൂര്യൻ. ഓക്കെ, അപ്പോൾ സൂര്യന് സൂര്യപ്രകാശം വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന സൂര്യപ്രകാശത്തെ കാർബൺ ഡൈ ഓക്സൈഡ്, അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്ന് വിചാരിച്ചോ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് കടത്തിവിടും, ഒരു കുഴപ്പമില്ല, അകത്തേക്ക് കടത്തിവിടും. അപ്പോൾ സൂര്യൻ്റെ ചൂട് എവിടെ എത്തി, ഭൂമിയുടെ മേലെ എത്തി. അപ്പോൾ ഭൂമിയുടെ മേലെ തട്ടിക്കഴിഞ്ഞാൽ ഭൂമി എന്താവും, ഈ ഒരു ചൂടിനെ കുറച്ചൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും, പുറത്തേക്ക് വിടും. കുറച്ച് ചൂടിനെ അത് അബ്സോർബ് ചെയ്തിട്ട് റേഡിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന റേഡിയേഷൻ ഉണ്ടല്ലോ, ഭൂമി പുറത്തേക്ക് വിടുന്ന ചൂട്, ഈ ചൂട് ശരിക്കും പുറത്തേക്ക് പോകണം, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഭൂമി ചൂടാവും. ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തേക്ക് പോകുന്ന, ഈ ഒരു ഭൂമി റേഡിയേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ചൂടിനെ പിടിച്ചു നിർത്തും. അതായത് ഗ്ലാസ് ഹൗസ് ഇവിടെ എന്താണോ ചെയ്യുന്നത്, ഗ്ലാസ് എന്താണോ ഈ ഒരു ഗ്രീൻ ഹൗസിൽ ചെയ്യുന്നത്, അതേ കാര്യം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലുള്ളത് ചെയ്യും. പക്ഷേ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ വേണ്ടത് നമുക്ക് ആവശ്യമാണ്. ഒന്ന്, പ്രകാശ സംശ്ലേഷണം, ഭക്ഷണം ഉണ്ടാക്കണം. രണ്ടാമത്, ഭൂമിയിൽ ഒരു മിനിമം ചൂട് നമുക്ക് വേണമല്ലോ. കാരണം നമുക്കൊരു 24 ഡിഗ്രി സെൽഷ്യസ് ചൂടൊക്കെ നമുക്ക് വേണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ തണുത്ത് വിറച്ചു പോകൂലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ച് നമുക്ക് വേണം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ച് വേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. പക്ഷേ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കൂടുതൽ പുറത്തേക്ക് പോകാതെ കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചു നിർത്താൻ ശ്രമിക്കും. അപ്പോൾ ഭൂമിയിലെ ചൂട് നമുക്ക് വേണ്ട 24 ഡിഗ്രി സെൽഷ്യസ് അത് 45 ഡിഗ്രി 46 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ പോകും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്, ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചിത്രം ഇനി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഗ്ലാസ് ഹൗസിൽ വെച്ചിട്ട് ഭൂമിയെ ചൂടാക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയായി മാറും. ഗ്ലാസ് ഹൗസിന് പകരം ആരാണ് വരുന്നത്, അത് കാർബൺ ഡൈ ഓക്സൈഡാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഹരിതഗൃഹ പ്രഭാവം. അതിന് കാരണമാകുന്ന ഒരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതുപോലെ മീഥെയിൻ, അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുള്ള ജലാംശം, ഇവയൊക്കെ ഈ ഒരു ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാവുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിന്, ആഗോള താപനത്തിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഭൂമിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഭൂമി പുറത്തേക്ക് വിടുന്ന റേഡിയേഷനെയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. അതിനത് ഒപ്പേക്ക് ആണെന്ന് പറയും. ഒപ്പേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിവിടില്ല, തടസ്സം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയിലേക്ക് കടത്തിവിടും. അപ്പോൾ നമ്മൾ പറയും കാർബൺ ഡൈ ഓക്സൈഡ് ഇൻകമിങ് സോളാർ റേഡിയേഷൻ, ഇതിനെയാണ് ഇൻകമിങ് സോളാർ റേഡിയേഷൻ, ഭൂമിയിലേക്ക് വരുന്ന റേഡിയേഷൻ, ഇൻകമിങ് സോളാർ റേഡിയേഷൻ. അപ്പോൾ നമ്മൾ ഇതിനെ ചുരുക്കിയിട്ട് ഇൻകമിങ് സോളാർ റേഡിയേഷൻ എന്നുള്ള ഇൻസൊലേഷൻ എന്നുകൂടി വിളിക്കും. അപ്പോൾ ഈ ഒരു ഇൻസൊലേഷൻ അല്ലെങ്കിൽ ഇൻകമിങ് സോളാർ റേഡിയേഷനെ ഉള്ളിലേക്ക് കടത്തിവിടും. എന്നിട്ട് ഭൂമിയിലെ ഉപരിതലത്തിൽ വന്ന് ഭൂമി അതിനെ ആഗിരണം ചെയ്യും, ഭൂമി അതിനെ തിരിച്ച് റേഡിയേറ്റ് ചെയ്യും. ആ റേഡിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. ഭൂമി തിരിച്ച് റേഡിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭൂമി തിരിച്ച് റേഡിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടാൻ സമ്മതിക്കില്ല. അപ്പോൾ ഭൂമിയിൽ ചൂട് കൂടുന്നതും. അപ്പോൾ ഇതിനെയാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെയധികം കൂടുന്ന സമയത്ത് ഇത് ഭൂമിയിൽ ടെമ്പറേച്ചർ, താപനില വളരെയധികം കൂടുന്നതിന് കാരണമാവും. ഇതെന്ത് കാരണമാവും, ഇത് ഭൂമിയിൽ ആഗോള താപനത്തിന് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവും. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നും എങ്ങനെയാണ് അത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നതെന്നും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷനെ നമ്മൾ ഷോർട്ട് വേവ് ലെങ്ത് റേഡിയേഷൻ എന്നാണ് വിളിക്കാം. അതായത് ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് മെഷർ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഫിസിക്സിൽ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഇവിടെ അത്ര റിലവൻ്റ് അല്ല. അപ്പോൾ നമ്മൾ വേവ് ലെങ്ത് കുറഞ്ഞ ഷോർട്ട് വേവ് ലെങ്ത് ആണെന്ന് മനസ്സിലാക്കുക. ഷോർട്ട് വേവ് ലെങ്ത് റേഡിയേഷനെ ഭൂമി അബ്സോർബ് ചെയ്തിട്ട് ഭൂമി എന്താക്കും, ലോങ് വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ ഇതിങ്ങനെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ലോങ് വേവ് ലെങ്ത് റേഡിയേഷനായിട്ടാണ് പുറത്തേക്ക് വിടുക, ലോങ് വേവ് ലെങ്ത്. പക്ഷേ ഈ ഒരു ഷോർട്ട് വേവ് ലെങ്ത്തിന്, കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ളതിന് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടും, യാതൊരു തടസ്സമില്ല. അപ്പോൾ അത് കടന്നകത്തേക്ക് വരും. പക്ഷേ ഭൂമി അബ്സോർബ് ചെയ്തിട്ട് പുറത്തേക്ക് വിടുന്നത് ലോങ് വേവ് ലെങ്ത് ആയിരിക്കും, നീളം കൂടിയതായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, അതിനെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടില്ല, അതിനെ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വിടും. അപ്പോൾ ഇത്തരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലുള്ള മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസും, മീഥെയിൻ, കൂടാതെ വാട്ടർ വേപ്പർ H2O ഗ്യാസ് ആണ്, ഇതൊക്കെ മറ്റേ ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിന് എന്താ ഇത്ര പ്രത്യേകത, കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ വളരെ കൂടുതലാണെന്ന് നമ്മൾ പഠിച്ചു. നാലാമതാണ്
അപ്പോൾ നാലാമതുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്ന സമയത്ത് അത് കൂടുതൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാവും. അപ്പോൾ അത് ഗ്ലോബൽ വാർമിങ്ങിന്, ഭൂമിയുടെ താപനില കൂടുന്നതിന്, അന്തരീക്ഷ താപനില കൂടുന്നതിന് കാരണമാവും. അത് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാവും. അപ്പം ഭൂമിയിലെ അന്തരീക്ഷ താപനില കൂടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഒന്ന്, നമ്മൾക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കും. ഇപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൂട് ഭയങ്കര കൂടുതലാണ്. കേരളത്തിൽ സാധാരണ ഒരു 34°C വരെയൊക്കെയാണ് സാധാരണ പോകുന്നതെങ്കിൽ ഇപ്പോൾ അത് 36-37°C ടെമ്പറേച്ചർ, താപനില, അന്തരീക്ഷ താപനില പോകാൻ തുടങ്ങി. നമ്മൾ പറയും ചൂട് ഭയങ്കര കൂടുതലാണെന്ന്. അപ്പോൾ ഇതിന് കാരണം എന്താ? ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കൂടുതലായിട്ട് തള്ളുന്നത് കൊണ്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് തള്ളുന്നത്? പ്രധാനമായിട്ടും ഈ ഒരു ഫോസിൽ ഫ്യൂൽസ്, അതായത് നമ്മളെ പെട്രോള്, ഡീസൽ, കൽക്കരി ഇവയൊക്കെ കത്തിക്കുന്നത് കൊണ്ടാണ് കൂടുതലായിട്ട് പുറത്തേക്ക് പോകുന്നത്. കാരണം നമുക്കറിയാം വ്യവസായങ്ങളിലും വാഹനങ്ങളിലും ഒക്കെ ഇത് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഗ്ലോബൽ വാർമിങ്ങിനെ കൊണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ ഒരുപാട് സ്ഥലത്ത് മഞ്ഞുണ്ട്. ഹിമാലയത്തിൻ്റെ മുകളിലൊക്കെ മഞ്ഞുണ്ട്. ഈ ഒരു മഞ്ഞുരുകിക്കഴിഞ്ഞാൽ, മലയുടെ മുകളിലുള്ള ഈ ഒരു മഞ്ഞുരുകിയിട്ട് ആ മഞ്ഞ് വെള്ളം കടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കടലിലെ വെള്ളത്തിൻ്റെ ലെവൽ കൂടും. കടലിലെ വെള്ളത്തിൻ്റെ ലെവൽ കൂടുമ്പോൾ ചെറിയ ചെറിയ പ്രദേശങ്ങളൊക്കെ കരയിലേക്ക് കടൽ കയറാൻ വേണ്ടി തുടങ്ങും. ഒരു ഉദാഹരണത്തിന്, അപ്പോൾ നമ്മുടെ ഇങ്ങനെയാണ് ഭൂമി ഉണ്ടായെന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യം സമുദ്രത്തിൽ ഇത്ര മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ കരയുണ്ടാവും, നമ്മുടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടാവും. ഞാനിവിടെ നിന്നിട്ട് ഈ ഒരു കടലിനെയൊക്കെ കാണുന്നുണ്ടാവും. കടലിലേക്ക് ഒരുപാട് വെള്ളം മഞ്ഞുരുകിയിട്ട് പുഴകൾ വഴി കടലിലേക്ക് ഒരുപാട് വെള്ളം എത്തുമ്പോൾ കടലിലെ വെള്ളത്തിൻ്റെ ലെവൽ കൂടും. അപ്പോൾ കര എവിടത്തേക്ക് കയറും? കടൽ എവിടത്തേക്ക് കയറും? കരയിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ചെറിയ ചെറിയ ദ്വീപുകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ദ്വീപുകളൊക്കെ നശിക്കാൻ വേണ്ടി തുടങ്ങും. കൂടാതെ ഈ ഒരു ഐസ് പോളാർ പ്രദേശത്ത് അല്ലെങ്കിൽ ധ്രുവപ്രദേശങ്ങളിലെ ഐസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത്, ഉരുകുന്ന സമയത്ത് അവിടെ ജീവിക്കുന്ന ജീവികളുണ്ടല്ലോ, പെൻഗിൻ അല്ലെങ്കിൽ അവിടെ കാണുന്ന വെള്ളക്കരടി അല്ലെങ്കിൽ ഈ ഒരു ധ്രുവക്കരടി എന്ന് വിളിക്കുന്ന ജീവികളൊക്കെ ഉണ്ടല്ലോ, ഈലുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവികൾക്കൊന്നും ജീവിക്കാൻ വേണ്ടിയില്ല, അവയൊക്കെ നാശത്തിൻ്റെ വക്കിലേക്ക് പോകും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിലെ ടെമ്പറേച്ചർ 2016 മുതൽ 2020 വരെയുള്ള പീരീഡ് ആയിരിക്കും ഏറ്റവും കൂടിയ ടെമ്പറേച്ചറുള്ള പീരീഡ് നമ്മൾ ഇതുവരെ റെക്കോർഡ് ചെയ്തതിൽ നിന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഫോസിൽ ഫ്യൂവലിൻ്റെ കൺസംഷനാണ്. അപ്പോൾ ഏകദേശം 1990 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ 62% ഫോസിൽ ഫ്യൂവൽസ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സംഭവിക്കുന്ന സമയത്ത് ഭൂമിയിൽ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. കൂടാതെ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനം ഉണ്ടാവും. നമുക്ക് മഴയൊന്നും കൃത്യമായിട്ട് കിട്ടുകയില്ല. അതെന്തിനു സംഭവിക്കും? അത് ഡ്രോട്ട് ഉണ്ടാക്കാം, വരൾച്ച ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് മഴയുണ്ടാവുക, അത് വെള്ളപ്പൊക്കത്തിന് കാരണമാകും. അപ്പം ഇങ്ങനെ മൊത്തത്തിൽ ഭൂമിയിലുള്ള ഒരു സിസ്റ്റത്തിനെ മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ ഒരു ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അതുവഴി ഉണ്ടാകുന്ന ഗ്ലോബൽ വാർമിങ് കാരണമാവുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് പിന്നീട് വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റോള് നമ്മൾക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാവേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു ഹരിതഗൃഹ പ്രഭാവവും ഈ ഒരു ഗ്രീൻ ഹൗസ് ഇഫക്റ്റും ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങും എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാതകമാണ് ഓസോൺ. അപ്പോൾ ഓസോൺ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പറഞ്ഞതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിന് നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡിന് ഗുണമുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിന് ദോഷമുണ്ടെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഓസോണിനും അതുപോലെ തന്നെയാണ്. ഓസോൺ നമുക്ക് ആവശ്യമാണ്, പക്ഷേ ഓസോൺ ചില സമയത്ത് ആവശ്യവുമല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓസോൺ എന്ന് പറയുന്നത് അത് ഈ ഒരു സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്ന സമയത്ത് ഈ ഒരു സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ എന്താണെന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ ഓസോൺ നമ്മൾ സാധാരണയായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു 10 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ ഉയരത്തിലാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഓസോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോമീറ്റർ 50 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിൽ ഇതാണ് 10 കിലോമീറ്റർ. ഈ ഒരു 10 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ ഇത് ടോട്ടൽ 40 കിലോമീറ്റർ. അപ്പോൾ ഇത് അത്രയായി, മൊത്തം ഇത് 50 കിലോമീറ്ററായി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കാണുന്ന സമയത്ത് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മളിവിടെയല്ലേ നിൽക്കുന്നത്, അത് മുകളിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു കുട പോലെയാണ് ഇത് കിടക്കുക, ഓസോൺ അംബ്രല്ലയായിട്ട് കിടക്കുക. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൂര്യനിൽ നിന്നും ഒരുപാട് റേഡിയേഷൻ വരുന്നുണ്ട്. ആ റേഡിയേഷനിലുള്ള ഒരു പ്രധാനപ്പെട്ട സാധനമാണ് UV റേഡിയേഷൻ, അൾട്രാ വയലറ്റ് റേഡിയേഷൻ. അതായത് നിങ്ങൾ മറ്റേ ഈ ഒരു ഫെയർ ആൻഡ് ലവ്ലിയുടെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫേസ് ക്രീമിൻ്റെയൊക്കെ സൺസ്ക്രീനിൻ്റെയൊക്കെ പരസ്യത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും UV റേഡിയേഷൻ, അതായത് UV പ്രൊട്ടക്ഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. UV പ്രൊട്ടക്ഷൻ തരുന്നു, അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ഈ ഒരു രശ്മികളാണ് UV റേഡിയേഷൻ. അപ്പോൾ നമുക്ക് എല്ലാം UV റേഡിയേഷനും നമുക്ക് അത്ര നല്ലതല്ല. അപ്പോൾ UV റേഡിയേഷൻ നമ്മൾ ഈ ഒരു ശരീരത്തിൽ സ്കിൻ ക്യാൻസറൊക്കെ ഉണ്ടാക്കുന്നതിന്, തൊലിക്ക് മുകളിൽ ക്യാൻസറൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്ന റേഡിയേഷനാണ്. അപ്പോൾ ഈ സൂര്യനിൽ നിന്ന് വരുന്ന ഈ ഒരു UV റേഡിയേഷനെ ഭൂമിയിലേക്ക് കടക്കാതെ തടഞ്ഞു വെക്കുന്നത് ഈ ഒരു ഓസോൺ ലെയറാണ്.
അപ്പോൾ ഭൂമിയിൽ ഏകദേശം 10 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ, അതായത് ഈ ഒരു റേഞ്ചിൽ ഓസോൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓസോണാണ് ഈ ഒരു UV റേഡിയേഷനെ തടഞ്ഞു വെക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ പുറത്തേക്ക് വിടുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ, വോളട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, പിന്നെ HCFC, അപ്പോൾ ഇതൊക്കെ, അതായത് ഹൈഡ്രജനുള്ള CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഇവയൊക്കെ എന്താണ്, ഇത് ഓസോണിനെ നശിപ്പിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് പോകുന്നത്? നമ്മുടെ AC, നമ്മുടെ റെഫ്രിജറേറ്റർ, അതായത് നമ്മുടെ ഫ്രിഡ്ജ്, ഇതിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന ഈ ഒരു വാതകമാണ് CFC എന്ന് പറയുന്നത്. നമ്മളതിൽ ഈ ഒരു തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു CFC ഒക്കെയാണ്. അതായത് നമ്മളെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തണുപ്പിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു CFC വാതകങ്ങളൊക്കെയാണ്. കൂടാതെ AC-യിലും ഒക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ പുറത്തേക്ക് പോകുന്ന സാധനം മുകളിലോട്ട് പോയിട്ട് ഓസോൺ ലെയറിനെ നശിപ്പിക്കും. അപ്പോൾ ഓസോൺ ലെയറിൽ തുള വീഴും. ഓസോൺ ലെയറിൽ തുള വീഴുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വരുന്ന UV റേഡിയേഷൻ എവിടത്തേക്ക് വരും? ഭൂമിയുടെ അകത്തേക്ക് വരും. അതെന്ത് സംഭവിക്കും? അത് നമ്മുടെ മേക്കൊക്കെ പതിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാംഫുള്ളാണ്, നമുക്ക് സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഓസോൺ എന്ന് പറയുന്ന വാതകത്തിൻ്റെ, ഓസോണിനെ നമ്മൾ O3 എന്നാണ് എഴുതുക. 3 ഓക്സിജൻ മോളിക്യൂൾസ് കൂടിച്ചേർന്നാലാണ്, ആറ്റങ്ങൾ കൂടിച്ചേർന്നാലാണ് നമുക്ക് ഓസോൺ കിട്ടുന്നത്. 3 ഓക്സിജൻ. ഓക്കെ, O2 ആണ് നമ്മുടെ ഓക്സിജൻ വാതകം. അപ്പോൾ O3 3 ചേർന്നാലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു ഓസോൺ ഉണ്ടാകുന്നത്. അപ്പോൾ ഓസോൺ നമുക്ക് ഈ ഒരു സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് ഇപ്പോൾ പഠിക്കേണ്ട, നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു 10 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ ഉയരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഓസോൺ നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കി. പക്ഷേ ഓസോൺ ഇവിടത്തിന് പകരം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാലോ, അതായത് എൻ്റെ മുന്നിൽ അല്ലെങ്കിൽ എനിക്ക് ശ്വസിക്കാൻ പറ്റുന്ന ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാലോ, അതിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ ലോവർ അറ്റ്മോസ്ഫിയറിക് ഓസോൺ എന്ന് വിളിക്കുന്നത്. ലോവർ അറ്റ്മോസ്ഫിയറിക് ഓസോൺ, അതായത് നമ്മുടെ ഈ ഓസോൺ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതാണ്, ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാലോ അത് നമുക്ക് മോശമാണ്. ഓസോണിന് ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്കത് ആരോഗ്യത്തിന് മോശമായ ഒരു വാതകമാണ്. കൂടാതെ ഇതിന് മറ്റ് ഇഫക്റ്റുകൾ, പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഓസോൺ നമുക്ക് നല്ലതുമാണ് എവിടെയാണെങ്കിൽ, മുകളിലാണെങ്കിൽ, നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അത് മോശവുമാണ്. അപ്പോൾ ഈ ഒരു ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷന് കാരണമാകുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. അപ്പോൾ നിങ്ങൾ ലോക്ക്ഡൗൺ സമയത്ത്, നമ്മളെ ആ ഒരു കഴിഞ്ഞ ലോക്ക്ഡൗൺ ഉണ്ടല്ലോ, ആ ലോക്ക്ഡൗൺ സമയത്ത് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, ഓസോൺ ലെയറിന് ഉള്ള ഒരു തുള അടഞ്ഞിട്ടുണ്ടെന്ന്. കാരണം നമ്മൾ ആ സമയത്ത് വാഹനങ്ങളൊന്നും ഓടിയില്ല, ഇൻഡസ്ട്രികളൊന്നും പ്രവർത്തിച്ചില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പുറത്തേക്ക് തള്ളുന്ന ഈ ഒരു ക്ലോറോ ഫ്ലൂറോ കാർബണിൻ്റെ ഒക്കെ അളവിൽ വ്യത്യാസം വന്നു. അതുകൊണ്ട് ഈ ഒരു ഓസോൺ നശിക്കുന്നത് കുറയുകയും ചെയ്തു. ഓസോൺ നശിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അവിടെ. പക്ഷെ നമ്മൾ എന്താ സംഭവിക്കുന്നത്? ഓസോൺ ഉണ്ടാവുന്നതിനെക്കാട്ടിയും കൂടുതൽ വേഗത്തിൽ ഓസോണിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു തുള അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതെന്താണ് ഓസോണിൻ്റെ ഉപയോഗം എന്ന് മനസ്സിലാക്കി, അത് അൾട്രാ വയലറ്റ് റേഡിയേഷനെ തടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓസോൺ വളരെ അത്യാവശ്യമാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ അന്തരീക്ഷത്തിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു വാതകത്തിൻ്റെ ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ കളറില്ല, അതിന് മണമില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഏകദേശം 32 കിലോമീറ്ററിൻ്റെ അകത്താണ് നമ്മുടെ മിക്കവാറും എല്ലാ വാതകങ്ങളും കാണപ്പെടുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതോറും ഈ ഒരു സാന്ദ്രത കുറയുന്നു. ഏറ്റവും കൂടുതൽ വാതകങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലാണ് ഉണ്ടാവുക എന്നും നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പഠിച്ചു ഏകദേശം ഒരു 120 കിലോമീറ്റർ വരെ നമുക്ക് ഓക്സിജനെ കാണാൻ വേണ്ടി പറ്റും. 90 കിലോമീറ്റർ വരെ കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടർ വേപ്പറിനെയും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നൈട്രജന് ഏറ്റവും കൂടുതലുള്ള വാതകം, പിന്നെയുള്ളത് ഓക്സിജനാണ് 21%, ഇത് 78%, പറഞ്ഞോ 78%. ബാക്കിയുള്ള ആർഗൺ എന്ന് പറഞ്ഞാൽ മൂന്നാമതിലാണ് 0.93. കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡ് 0.036, വളരെ കുറവാണ്, 4th സ്ഥാനം മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നീട് നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് ഇത്ര പോരേ ഉള്ളെങ്കിലും ആൾ കുറച്ച് പ്രശ്നക്കാരനാണ്, നമുക്ക് ആവശ്യമുണ്ട് താനും, പക്ഷേ അത് കൂടുതലായി കഴിഞ്ഞാൽ അപകടം ആണ് താനും. അപ്പോൾ നമ്മൾ എന്താണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പഠിച്ചു, എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പഠിച്ചു, കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഭൂമിയിൽ നടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു, അതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് നമ്മൾ ഏകദേശം ഒരു ഔട്ട്ലൈൻ മനസ്സിലാക്കി. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറക്കുക എന്നുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതിനെന്ത് വേണം? ഒന്ന്, ഈ ഒരു ഫോസിൽ ഫ്യൂവലിൻ്റെ ഉപയോഗം കുറക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്നും അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്ന സാധനങ്ങളാണ് മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പ്രകാശ സംശ്ലേഷണം ചെയ്യുന്ന സമയത്ത് അവർക്ക് കാർബൺ ഡൈ ഓക്സൈഡിന് ആവശ്യമുണ്ട്. അപ്പോൾ കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ മതി. പക്ഷെ എന്താ സംഭവിക്കുന്നത്? മരങ്ങൾ മുഴുവൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, കാട് മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതിന് കാരണമാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വനങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടതൊക്കെ ഈ ഒരു ഭൂമിയുടെ കാലാവസ്ഥ അതുപോലെ നിലനിർത്തുന്നതിന് വളരെ അത്യാവശ്യമാണെന്ന് ഓർത്തു വയ്ക്കുക.
കൂടാതെ മറ്റൊരു വാതകമാണ് ഓസോൺ വാതകം. ഓസോൺ എന്ന് പറഞ്ഞാൽ O3. അപ്പോൾ ഓക്സിജൻ്റെ 3 ആറ്റംസ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത് 10 മുതൽ 50 കിലോമീറ്റർ ഇടയിൽ അതിനെ സ്ട്രാറ്റോസ്ഫിയർ എന്നാണ് വിളിക്കുക. അപ്പോൾ അത് നമ്മൾ പിന്നെ പഠിക്കും, അന്തരീക്ഷത്തിൻ്റെ ലെയറുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നമ്മളത് മനസ്സിലാക്കും. അപ്പോൾ ഓസോൺ ലെയർ ഈ ഒരു സ്ട്രാറ്റോസ്ഫിയറിൽ അല്ലെങ്കിൽ ഈ ഒരു 10 മുതൽ 50 കിലോമീറ്റർ ഉയരത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കത് നല്ലതാണെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ അത് താഴത്തെ ലെവലിൽ ലോവർ അറ്റ്മോസ്ഫിയറിക് ഓസോൺ ആണെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും താഴത്തെ ലെയറിൽ നമ്മളൊക്കെ ശ്വസിക്കുന്ന പ്രദേശത്തൊക്കെ ആണെങ്കിൽ നമുക്കത് മോശമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഓസോൺ ലെയർ ഡിപ്ലീഷന്, ഓസോൺ ലെയർ നശിക്കുന്നതിന് കാരണമാകുന്ന ഒരു സാധനമാണ് CFC എന്ന് പറയും, ക്ലോറോ ഫ്ലൂറോ കാർബൺ. അപ്പോൾ അതിൽ HCFC ഉണ്ട്, കൂടാതെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പോൾ ഈ ഒരു ഓസോൺ ലെയർ ഏതിനെയാണ് തടയുന്നത്? UV റേസിനെയാണെന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗ്യാസസിനെ കുറിച്ച് പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത് അന്തരീക്ഷത്തിലുള്ള. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകേണ്ടത് വാട്ടർ വേപ്പറിനെ കുറിച്ചും ഡസ്റ്റിനെ കുറിച്ചിട്ടാണ്. വാട്ടർ വേപ്പറും ഡസ്റ്റും അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ പരമാവധി എത്തിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.